നമസ്തേ. വൈരുദ്ധ്യാത്മക ഭൗതികവാദം കമ്മ്യൂണിസത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. എന്താണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം? ഈ ഭൗതിക ലോകം വിരുദ്ധ ശക്തികളാൽ നിറഞ്ഞതാണ്. വിരുദ്ധ ശക്തികളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്നത്, അതായത് ഈ വൈരുദ്ധ്യം കൊണ്ട് സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്ന കാര്യം ഇവ തങ്ങളിൽ പോരടിക്കുമ്പോഴെന്ത് സംഭവിക്കും? പോരടിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് മറ്റേതിനെ കീഴടക്കും, അല്ലെങ്കിൽ രണ്ടും നശിച്ച് പുതിയൊരെണ്ണം ഉണ്ടാകും. ഈ ഒരെണ്ണം ജയിച്ച് മറ്റേതിനെ കീഴടക്കി ഒരെണ്ണം ജയിക്കുകയാണെങ്കിൽ അത് തന്നെ ഈ മത്സരത്തിനിടയിൽ സ്വയം പരിവർത്തിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന, അതായത് സ്വയം പരിവർത്തിച്ചോ അല്ലെങ്കിൽ രണ്ടും നശിച്ച് പുതുതായിട്ടുണ്ടാകുന്നതോ ആയ ഘടകങ്ങളെ, ഭൗതിക ശക്തികളെ സിന്തസിസ് എന്നാണ് വിളിക്കുക. ഈ രണ്ട് ശക്തികളിൽ ഒന്ന് തീസിസും മറ്റേത് ആൻറ്റി തീസിസും, പുതിയതായിട്ട് ഉണ്ടാകുന്നത് സിന്തസിസുമാകും. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ ശക്തികൾ പോരടിച്ച് ഒരു സിന്തസിസ് ഉണ്ടാകുന്നു. ആ സിന്തസിസിന് ഉടനെ തന്നെ അത് അടുത്ത തീസിസ് ആകുന്നു. അതിന് എതിരായിട്ട് വേറൊരു ശക്തി വളർന്നു വരുന്നത് അത് പുതിയ ആൻറ്റി തീസിസ് ആകുന്നു. ഇങ്ങനെ തീസിസും ആൻറ്റി തീസിസും സിന്തസിസുമായിട്ടാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. ഇതാണ് എഴുതപ്പെട്ട ചരിത്രം മുഴുവൻ ഇങ്ങനെയുള്ള സമരങ്ങളുടെ ചരിത്രമാണ്. അതായത് മാർക്സ് പറയുന്ന വർഗ സമരങ്ങളുടെ ചരിത്രമാണ്. ഈ സമരങ്ങൾ ആണ് എല്ലാ ചരിത്രത്തിലെ മുഴുവൻ ഗതിവിഗതികൾക്കും കാരണമായിട്ട് ഭവിച്ചത് എന്നാണ് അദ്ദേഹം സിദ്ധാന്തിക്കുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അവസാനം ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് സ്ഥിതിയിൽ വന്നിരിക്കുന്ന രണ്ട് വിരുദ്ധ ശക്തികളായിട്ട് മുതലാളിത്തമെന്നും തൊഴിലാളി വർഗമെന്നും രണ്ട് വിരുദ്ധ ശക്തികളായിട്ട് നിന്നുകൊണ്ട് പരസ്പരം പോരടിക്കുന്നു. ഇതാണ് അദ്ദേഹം കണ്ടത്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, നമുക്കെല്ലാവർക്കും അറിയാം. ഈ വിരുദ്ധ ശക്തികൾ പരസ്പരം പോരടിക്കുകയും അവസാനം തൊഴിലാളി വർഗ സർവാധിപത്യം ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് കമ്മ്യൂണിസത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. അങ്ങനെ തൊഴിലാളി വർഗ സർവാധിപത്യത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് കമ്മ്യൂണിസത്തിലേക്കുള്ള വളർച്ചയുടെ ആദ്യ പടവ്. അവിടെ നിന്നുകൊണ്ട് വേണം സർവസമത്വ സുന്ദരമായിട്ടുള്ള സർവസ്വതന്ത്രമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കേണ്ടത്. പക്ഷേ ഈ നമ്മൾ കണ്ടിട്ടുള്ളിടത്തോളം ഈ തൊഴിലാളി വർഗ സർവാധിപത്യം വരെയേ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി പോയിട്ടുള്ളൂ. കമ്മ്യൂണിസത്തിൻ്റെ പ്രായോഗിക തലം പോയിട്ടുള്ളൂ. എവിടെയൊക്കെയുണ്ട്? സോവിയറ്റ് റഷ്യയിലായാലും ഇന്നിപ്പോൾ ചൈനയിലായാലും ഉത്തര കൊറിയയിലായാലും പണ്ട് ഈസ്റ്റേൺ യൂറോപ്പിലായാലും എവിടെയായാലും നമ്മൾ കണ്ടത് എന്ന് പറയുന്നത് ഈ തൊഴിലാളി വർഗ സർവാധിപത്യം വരെ പോയി അവിടെ നിൽക്കുകയാണ്. ആ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതാവിൻ്റെ സർവാധിപത്യം. ഇന്നിപ്പം കേരളത്തിലും നമ്മൾ കാണുന്ന ഏകദേശം അതേ കാര്യം തന്നെയാണ്. കമ്മ്യൂണിസ്റ്റുകൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നേതാവിൻ്റെ സർവാധിപത്യമാണ് സംഭവിക്കുക. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഭവം. എന്നാൽ ഈ തത്വം വൈരുദ്ധ്യാത്മക ഭൗതികവാദം അത് തന്നെ ഒരു പൊട്ട സിദ്ധാന്തമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ ഈ വിരുദ്ധ ശക്തികളല്ല, പരസ്പര പൂരക ശക്തികളാണ് പ്രവർത്തിക്കുന്നത്. ഒന്നുണ്ടെങ്കിൽ മറ്റേതുള്ളൂ. അങ്ങനെയാണ് അവ നിലനിൽക്കുന്നത്. ഒന്നിനെ മറ്റേത് കൊണ്ട് ബാലൻസ് ചെയ്യുന്ന ഒരു ചിത്രമാണ് നമ്മൾ പ്രകൃതിയിൽ കാണുന്നത്. ഏത് ശക്തി എടുത്തോ അല്ലെങ്കിൽ ഏത് അനുഭവം എടുത്തോ, നമുക്കിപ്പോൾ സുഖം ദുഃഖം അങ്ങനെയുള്ള ഒരെണ്ണം സുഖമുള്ളത് കൊണ്ടാണ് അത് ദുഃഖത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്, തിരിച്ചറിയുന്നത് തന്നെ അങ്ങനെയാണ്. ചൂടുള്ളത് കൊണ്ടാണ് നമ്മൾ തണുപ്പിനെ തിരിച്ചറിയുന്നത്. അങ്ങനെ പരസ്പര ദ്വന്ദ്വാത്മകമായിട്ടുള്ള ഇരട്ട ശക്തികളുടെ പരസ്പരം സമതുലിതയിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് പ്രകൃതിയിൽ നമ്മൾ കാണുന്നത്. ഇത് പുരാതന ഭാരതീയരുടെ ദർശനമാണ്. അവർ ഈ വൈരുദ്ധ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒന്ന് മറ്റൊന്നിനെ എതിർത്ത് പുതിയതൊന്നും ഉണ്ടാകുന്നു എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടാകാൻ പറ്റത്തില്ല. ഒന്ന് മറ്റൊന്നിനെ എതിർത്തിട്ടില്ല. ഒരെണ്ണം ഉണ്ടാകുകയാണെങ്കിൽ, ഒരു വ്യതിരിക്തമായ ഒരെണ്ണം ഉണ്ടാകുകയാണെങ്കിൽ അതിന് ഇരട്ടയായിട്ട് മറ്റേത് ഉണ്ടാവണം. അങ്ങനെ ആണെങ്കിൽ ഈ രണ്ടിനും നിലനിൽപ്പുള്ളൂ. അപ്പം പിന്നെ വൈരുദ്ധ്യത്തിൻ്റെ പ്രശ്നം തന്നെ അവിടെ ഉദിക്കുന്നില്ല. പക്ഷെ മാർക്സ് പറയുന്നത് ഇത് വിരുദ്ധ ശക്തികളാണ്, അതുകൊണ്ട് പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വൈരുദ്ധ്യാത്മകത എന്ന് പറയുന്നത് മാർക്സിൻ്റെ സ്വന്തം ആശയമല്ല.
അത് തന്നെ ഹെഗൽ എന്ന് പറയുന്ന ഒരു ഒരു ജർമ്മൻ ഒരു തത്വചിന്തകൻ്റെ ഒരു ദർശനമാണ്, കാഴ്ചപ്പാടാണ്, അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലാണ്. അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ, അദ്ദേഹം പക്ഷേ ഒരു കാര്യമുണ്ട്, അദ്ദേഹം സ്പിരിറ്റ്, നമ്മൾ ആത്മാവെന്ന് പറയുന്നത് തന്നെ സ്പിരിറ്റ്, അതായത് മെറ്റീരിയൽ അല്ലാത്തത് എന്തോ അതാണ് സ്പിരിറ്റ് എന്നാണ് അദ്ദേഹം നിർവചിക്കുന്നത്. അതായത് ആത്മാവ് സ്വയം പ്രകടിപ്പിക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്നാണ്. അതിങ്ങനെ ഒരിക്കൽ എല്ലാം പിൻവലിച്ചിട്ട് വീണ്ടും തുടങ്ങും. അപ്പം ഉള്ളിലുള്ളതെല്ലാം ആത്മാവ് പ്രകടിപ്പിക്കുന്നു. ഇത് ഭാരതീയ തത്വചിന്തയുടെ ഒരു കോപ്പി മാത്രമാണ്. ഒരു കോപ്പി അദ്ദേഹം മനസ്സിലാക്കിയ രീതിയിൽ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു, അത്രയേ ഉള്ളൂ. അതായത് എല്ലാം വാസ്തവത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു പരമമായ തത്വമാണ് ആത്മാവെന്ന് പറയുന്നത്. അതാണ് ഭാരതീയർ സിദ്ധാന്തിക്കുന്നത്. അതുതന്നെയാണ് ഹെഗലും പറയുന്നത്. ഹെഗൽ മാർസിന് തൊട്ട് മുമ്പ്, അതായത് കുറച്ച് മാർസ് ഉള്ളപ്പം അദ്ദേഹം ഉണ്ട്, അദ്ദേഹം മരിച്ചിട്ടില്ല. അപ്പോൾ അതിന് ശേഷമാണ് അത് ആ ഹെഗലിൻ്റെ തത്വചിന്തയാണ് മാർസ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഹെഗലിൽ നിന്ന് മാർസ് ഒരു വ്യത്യാസം വരുത്തി. ഹെഗൽ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ മാർസ് അത് ഭൗതികതയെക്കുറിച്ച് പറയുന്നു. അദ്ദേഹത്തിന് ഈ ആത്മാവ് അങ്ങനെയൊക്കെയുള്ള ഭൗതിക അതീതമായ ഒന്നിനെക്കുറിച്ചും ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഭൗതികതയെക്കുറിച്ച് പറയുന്നു. ആ ഭൗതികത അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ട്രേഡ് മാർക്കാണ്. ഭൗതികതയെക്കുറിച്ച് അദ്ദേഹം അംഗീകരിക്കുന്നുള്ളൂ. എല്ലാം ഭൗതികമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നുണ്ടാകുന്നതാണ്. മനസ്സും ചിന്തകളും ഒക്കെ ഭൗതിക വസ്തുക്കളിൽ നിന്നുണ്ടാകുന്നതാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. പക്ഷേ അതൊക്കെ തെറ്റാണെന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ രീതിയിൽ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ആ രീതിയിലേക്ക് ഞാനിപ്പോൾ പോകുന്നുമില്ല. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. അദ്ദേഹത്തിൻ്റെ സ്വന്തമല്ല, പക്ഷേ അദ്ദേഹം അതിനകത്ത് ഭൗതികത എന്ന് പറഞ്ഞ ഒരു പുതിയ ഐറ്റം കൊണ്ടുവന്നു. അങ്ങനെ അതിനെ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഹെഗലിൻ്റെ ചിന്തയെ ഞാൻ ശരിക്ക് രണ്ട് കാലിൽ നിർത്തി, മറ്റേത് തലതിരിഞ്ഞായിരുന്നു. വാസ്തവത്തിൽ അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അദ്ദേഹം രണ്ട് കാലിൽ ഉണ്ടായിരുന്ന ഒരു വസ്തുവിനെ എടുത്ത് തലകീഴായി നിർത്തി. ആ തലകീഴായിട്ടുള്ള കാഴ്ചയാണ് ഇന്നും ഇവിടെ മാർക്സിസ്റ്റുകളെന്ന് പറയുന്ന ലേബൽ ഒട്ടിച്ച് നടക്കുന്ന ആളുകൾ പിന്തുടർന്നു പോരുന്നത്. ഈ തലകീഴായ കാഴ്ചകൾ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഈ സമൂഹത്തെ കൃത്യമായിട്ട് അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് കാണാൻ പറ്റാതെ വരുന്നത്. യഥാതഥമായിട്ട് സമൂഹത്തെ കാണാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ പരിഹാരമാർഗങ്ങൾ തെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് 75 വർഷം പിടിച്ചു വെച്ചിട്ടും റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം പരാജയപ്പെട്ടു പോയത്. അവർ അല്പം ഒരു സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ഒരു പൊട്ടിത്തെറി പോലെ റഷ്യൻ ജനത ഇതിനെയെല്ലാം തച്ചുടച്ച് ദൂരെ എറിഞ്ഞു. എല്ലാ ലെനിൻ്റെയും അതുപോലെ തന്നെ സ്റ്റാലിൻ്റെയൊക്കെ പ്രതിമ വലിച്ച് താഴെയിട്ടു. ഇത് എത്രത്തോളം വൈരാഗ്യം ആ ജനതയുടെ മനസ്സിൽ വീർപ്പുമുട്ടലായി നിലനിന്നിരുന്നുള്ളതിന് ഒരു തെളിവാണത്. ഇത് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഇത് നമ്മൾ ഇതിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ മാർസിൻ്റെ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയെപ്പറ്റിയുള്ള ഒരു കണ്ടെത്തലായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി പറയുന്നത് പാർട്ടിയുടെ താത്വിക ആചാര്യൻ എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന താത്വിക ആചാര്യൻ എന്നുള്ള നിലയിലാണ് എം ഗോവിന്ദൻ അറിയപ്പെടുന്നത്. ആ ഗോവിന്ദൻ പറയുന്നത് ഇത് ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല എന്നാണ്. പ്രായോഗികമല്ല എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ നടപ്പിലാക്കാൻ പോകുന്ന ഒരു കാര്യമല്ല മിസ്റ്റർ ഗോവിന്ദൻ, നടപ്പിലാക്കേണ്ട ഒരു കാര്യമല്ല. മാർക്സ് പറയുന്നത് ഇങ്ങനെയാണ് സമൂഹം വളരുന്നത്, സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്, ഈ വൈരുദ്ധ്യാത്മകത കൊണ്ടാണ്. അപ്പം അത് അദ്ദേഹം പറയുമ്പോൾ, അങ്ങനെ ഒരു വാദം അദ്ദേഹം ഉന്നയിക്കുമ്പോൾ, ഇത് ഇങ്ങനെ തുടർന്ന് വരുന്ന പാർട്ടികൾ അത് നടപ്പിലാക്കാനൊന്നുമല്ല, നടപ്പിലാക്കേണ്ട കാര്യമല്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ താത്വികാചാര്യൻ എന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ മാർക്സിസത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയത്തില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അദ്ദേഹം പാർട്ടിയുടെ ബ്രാക്കറ്റിൽ മാർക്സിസ്റ്റ് എന്ന് എഴുതി വെച്ചിട്ടേ ഉള്ളൂ. ഇതിനകത്തൊരു മാർക്സിസവും ഇല്ല, ഒരു കമ്മ്യൂണിസവും ഇല്ല. അപ്പോൾ അങ്ങനെ എന്തായാലും ഗോവിന്ദൻ പറയുന്നത് ഈ നടപ്പിലാക്കാനല്ലെങ്കിലും ഗോവിന്ദൻ വേറൊരു കാര്യം കൂടെ അതിനോട് അനുബന്ധമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യയിലെ
നിലവിലുള്ള സാഹചര്യങ്ങളിൽ മത ആ, ദർശനങ്ങളെയും ഈശ്വരവിശ്വാസത്തെയുമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് വേണം മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകാനെന്ന്. വളരെ നല്ല കാര്യമാണ്. എന്തെങ്കിലും പച്ച പിടിക്കണമെന്നുണ്ടെങ്കിൽ അതേ ആ, വഴിയുള്ളൂ. ആ ഒരു കണ്ടെത്തൽ, ആ ഒരു എന്താണ് ഒരു 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 ദർശനം, ആ ദർശനം എന്നുള്ളതല്ല തന്നെ, ആ ഒരു കാഴ്ച, നല്ലൊരു കാഴ്ച കണ്ടതിൽ അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹം ഈ മണ്ടത്തരം ഇനിയും പറഞ്ഞു നടക്കരുത്. ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത് ഒരു പ്രയോഗിക്കാനുള്ള ഒരെണ്ണമാണ്, പറയരുത്. ഇത് മാർക്സിന് പറ്റിയ ഒരു മണ്ടത്തരമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പ്രകൃതി തന്നെ നമുക്കറിയാം. പ്രകൃതി വിരുദ്ധ ശക്തികളുടെ പ്രവർത്തനത്തിലല്ല നിലനിൽക്കുന്നത്. അതായത് ദ്വന്ദ്വശക്തികളുടെ, വൈവിധ്യമാർന്ന ശക്തികളുടെ സമത്വമാർന്ന പ്രവർത്തനങ്ങൾ കൂടിയാണ്. ബാലൻസ് ചെയ്യുന്നത്, പരസ്പരം സമതുലിത കൈവരിക്കുന്ന പ്രവൃത്തികളിലാണ് നിലനിൽക്കുന്നത്. അതിൽ ആ ബാലൻസിങ്ങിൽ ഒന്നിന് ഒരു ഇടർച്ച പറ്റിക്കഴിഞ്ഞാൽ സമൂഹം ആകെ എന്താണ് ഒരു കയോസ് ഉണ്ടാവും. സമൂഹമാകെ ഇളകി മറിയും. അതാണ് അതിനകത്തുള്ളത്. എന്നിട്ട് അത് പിന്നീട് സെറ്റിൽ ചെയ്യണം, ബാലൻസ് ചെയ്യണം. എന്തുമായാലും ദ്വന്ദ്വാത്മകമാണ്. ഒരെണ്ണം ഉണ്ടെങ്കിൽ അതിനൊരു ഇരട്ട ശക്തിയും ഉണ്ടാകും. ആ ഇരട്ട ശക്തിയും അതിന് വിപരീതമായിട്ടുള്ള ശക്തിയും തമ്മിൽ സമതുലിത അവസ്ഥയിൽ പോകണം. അല്ലാതെ പരസ്പരം മത്സരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിന് ഒരു ശാന്തിയും ഒരിക്കലും ഉണ്ടാകത്തില്ല. ഈ കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ശരി, നന്ദി, നമസ്കാരം.